മൊബൈൽ ഫോണും ഇലക്ട്രോണിക് വാഹനങ്ങളും എന്തിന് യുദ്ധവിമാനം വരെ നിർമ്മിക്കാൻ ഏറ്റവും അധികം ആവശ്യമുള്ളത് റെയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവ ധാതുക്കൾ അല്ലെ അപൂർവ മൂലകങ്ങളാണ്. ഇതിൻ്റെ ഏതാണ്ട് 70% കൈയടക്കി വെച്ചിരിക്കുന്നതാകട്ടെ ചൈനയാണ്. ഈ ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കുന്നില്ല. അതായത് ലോകത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ അപൂർവ ധാതുക്കളുടെ ശേഖരം ഒളിപ്പിച്ചു വെക്കാൻ ചൈനയ്ക്ക് സാധിക്കും. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാനായിട്ട് ഈ ധാതുക്കളെയൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിൽ സംസ്കരിച്ചെടുക്കാനൊക്കെ ഏറ്റവും അധികം സംവിധാനം ഇന്ന് ലോകത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ചൈന മാത്രമാണ്. ഇതിനിടയിലാണ് ചൈനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ നരേന്ദ്രമോദി നെഞ്ചും വിരിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൂന്നാമത്തെ ടീമിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ മൂന്നാമത്തെ തവണ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ദീർഘമായ വിദേശ പര്യടനം നടത്തി. അതായത് ഇത്രയും ദൈർഘ്യമേറിയ ഒരു വിദേശ പര്യടനം അടുത്ത കാലത്തൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജൻറ്റീന, ബ്രസീൽ, ഘാന, നമീബിയ, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ് സന്ദർശിച്ചത്. ഈ സന്ദർശനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നാണ്. അതായത് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരമുണ്ട്. അങ്ങനെ അപൂർവ ധാതുക്കളുള്ള രാജ്യങ്ങൾ നോക്കി കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുകയും ആ രാജ്യങ്ങളുമായി ധാതുക്കൾ പങ്കുവെക്കാനുള്ള കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അർജൻറ്റീനയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നു. അപ്പം മറഡോണയുടെ നാടാണ്, മെസ്സിയുടെ നാടാണ്, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആ ഇന്ത്യക്കാർക്ക് വേണ്ടി ചെല്ലുന്നു. അങ്ങനെയൊന്നുമല്ല, വളരെ അപൂർവങ്ങളായ ധാതുക്കളുള്ള രാജ്യമെന്ന നിലയിലാണ് പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം ലിഥിയം നിക്ഷേപമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അർജൻറ്റീനയാണ്. അതുപോലെ തന്നെ ബ്രസീൽ അപൂർവ മൂലകങ്ങൾ ധാരാളമുണ്ട്. എന്തിന്? ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ബാറ്ററി മുതൽ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററികൾ വരെ നിർമ്മിക്കാൻ വേണ്ടത് ലിഥിയമാണ്. ഈ ലിഥിയത്തിൻ്റെ നിക്ഷേപമുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ ബന്ധം പുലർത്തുന്നു. ഇപ്പോൾ ഘാന, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ തുടങ്ങിയ രാജ്യങ്ങളിലും ധാരാളം ലിഥിയം നിക്ഷേപമുണ്ട്. അപ്പോൾ മറഡോണയ്ക്കും മെസ്സിക്കും അപ്പുറത്തേക്ക് അർജൻറ്റീനയ്ക്ക് എന്താണ് പ്രാധാന്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ബ്രിക്സ് ഉച്ചകോടി നടന്നപ്പോൾ നമ്മൾ ബ്രസീലിൽ പോയി. പക്ഷേ നമ്മളുടെ ലക്ഷ്യം ബ്രസീലുമായിട്ട് കൂടുതൽ കരാറിൽ ഏർപ്പെടുക. കാരണം ബ്രസീലിൽ ഇട്രിയം, സ്കാൻഡിയം തുടങ്ങിയ അപൂർവ ധാതുക്കളുണ്ട്. ഈ അലൂമിനിയത്തെ ഹീറ്റ് ചെയ്യുക, അതായത് വളരെയധികം ഊഷ്മാവിൽ ചൂടാക്കുമ്പോൾ ഈ സ്കാൻഡിയം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഉയർന്ന ഊഷ്മാവിനെ അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതുപയോഗിച്ച് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ബോഡി, അതുപോലെ തന്നെ വിമാനത്തിൻ്റെ പാർട്സ്, ഇതൊക്കെ തന്നെ നിർമ്മിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഇഷ്ടം പോലെ വലിച്ചു നീട്ടാൻ കഴിയുന്ന അലൂമിനിയത്തിന് ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലാക്കിയാൽ പ്രതിരോധ ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ലിഥിയം, അതുപോലെ തന്നെ സ്കാൻഡിയം തുടങ്ങിയ മൂലകങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് കൈമാറാനായിട്ട് ഇന്ത്യയുമായിട്ട് കരാറിൽ ഏർപ്പെടുത്താം. ഇത്തരത്തിൽ ലിഥിയം കൂടുതൽ കിട്ടാൻ വേണ്ടി അർജൻറ്റീനയിൽ ഇന്ത്യയിലെ ചില കമ്പനികൾ ഗവേഷണവും പര്യവേഷണവും ഒക്കെ ആരംഭിച്ചു. അതായത് KBL എന്ന് പറയുന്ന കമ്പനി നിലവിൽ അർജൻറ്റീനയുമായിട്ടുള്ള കരാർ ഒപ്പുവെക്കുകയും അവിടെ ഗവേഷണ പര്യവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത് വലിയൊരു നീക്കമാണ്. അപ്പം അപൂർവ ധാതുക്കളുടെ ഒരു ഏകാധിപത്യം ചൈനയ്ക്ക് മാത്രമായിരുന്നുവെങ്കിൽ അതിനെ അട്ടിമറിച്ച് മുന്നേറാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുമെന്ന് നമ്മൾ ഇവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. അപ്പം ജപ്പാൻ, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഈ കാർ നിർമ്മാണത്തിന് ആവശ്യമായ ഈ അപൂർവ ധാതുക്കൾക്കായി ചൈനയെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ചൈന യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ ധാതുക്കളുടെ, അതായത് റെയർ എർത്തുകളുടെ കയറ്റുമതി അങ്ങ് നിർത്തിവെച്ചു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ. അങ്ങനെ നിർത്തിയതോടുകൂടി ലോകത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ മെഴ്സിഡസ് ബെൻസ്, BMW തുടങ്ങിയ കാർ കമ്പനികൾക്ക് വാഹനം നിർമ്മിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായി. ഇതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായാൽ നാളെ സമാനമായ പ്രതിസന്ധി അമേരിക്കയ്ക്കും ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ചൈനീസ് ഭരണാധികാരിയായ ഷീ ജിൻപിങ്ങുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ, ടെലിഫോൺ സംഭാഷണങ്ങളൊക്കെ നടത്തിയത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധി തങ്ങൾക്കുണ്ടാകരുത്. അപ്പോൾ അപൂർവ ശേഖരത്തെ മറ്റാർക്കും നൽകാതെ പിടിച്ചു വെച്ചുകൊണ്ട് ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ ഒരുക്കി വെച്ച ഒരു യുദ്ധതന്ത്രം ഇതിപ്പോഴാണ് ലോകരാജ്യങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങൾ അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം ചൈനയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പം നമുക്കറിയാം ക്യാൻസർ ചികിത്സ, അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്കാനിങ് ഉൾപ്പെടെയുള്ള ഇമേജിങ് തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഇട്രിയം എന്ന് പറയുന്ന ലോഹം വേണ്ടിവരും. അപ്പം അലൂമിനിയം, മഗ്നീഷ്യം എന്നീ ലോഹങ്ങളുടെ കൂടെ ഇത് കൂട്ടിച്ചേർത്താൽ, ഇട്രിയം കൂടി കൂട്ടിച്ചേർത്താൽ അത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഇലക്ട്രിക് വെഹിക്കിളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാം, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ടർബൈനുകളുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ അലൂമിനിയം അടങ്ങിയ ലോഹ മിശ്രിതങ്ങൾക്ക് ഈടും ഉറപ്പും നൽകാനായിട്ട് സ്കാൻഡിയത്തിലൂടെ സാധിക്കും. ഈ സ്കാൻഡിയം ഉപയോഗിച്ചിട്ട് ലേസർ, LED സോളാർ സെൽസ്, അതുപോലെ തന്നെ ഈ പറയുന്ന കാറിൻ്റെ ബോഡികൾ, ഇവയൊക്കെ തന്നെ നിർമ്മിക്കാൻ കഴിയും. അപ്പം ഈ ധാതുക്കളുടെ വരവ് നിന്നു പോയാൽ ഇത്തരത്തിലുള്ള ഉൽപ്പാദന മേഖല ഏതാണ്ട് സ്തംഭിക്കും. ഇത് കൃത്യമായി കണ്ടറിഞ്ഞാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ലിഥിയത്തിൻ്റെ, ചെമ്പിൻ്റെ, സ്കാൻഡിയത്തിൻ്റെ, ഇട്രിയത്തിൻ്റെയൊക്കെ നിക്ഷേപങ്ങൾ കൂടുതലുള്ള ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, നമീബിയ, ഘാന തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇതിൽ പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ, ഇപ്പോൾ ഘാനയിലോട്ട് ചെല്ലുമ്പോൾ ഏതാണ്ട് 30 വർഷത്തിന് ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമീബിയയിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത, അർജൻറ്റീനയ്ക്കും ബ്രസീലിനുമൊക്കെ നമ്മളെ എത്രത്തോളം താല്പര്യത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അങ്ങനെ ഈ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതോടുകൂടി ഇത്തരം അപൂർവ ധാതുക്കൾ ഇന്ത്യയുമായിട്ട് പങ്കുവെക്കാൻ ആ രാജ്യങ്ങൾ തയ്യാറാണ്. അപ്പം നിലവിൽ ചൈന ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ വലിയൊരു ശേഖരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിൽ തന്നെ പലയിടത്തും ഇത്തരം ധാതുക്കളുടെയൊക്കെ വലിയ നിക്ഷേപമുണ്ട്. അതായത് ഈ സ്കാൻഡിയം, ഇട്രിയം ഉൾപ്പെടെയുള്ള അപൂർവ ധാതുക്കളുടെ 70% ഉള്ളത് ചൈനയിൽ തന്നെയാണ്. ചൈനയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇത് കുഴിച്ചെടുക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇത് അസംസ്കൃത വസ്തുവാണ്. ഇതിനെ ശുദ്ധീകരിച്ച് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെ വ്യാവസായിക മേഖലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ശുദ്ധീകരണ പ്രക്രിയയൊക്കെ നടത്തണം. ഇതിനു വേണ്ടിയുള്ള പ്ലാന്റുകൾ, സംവിധാനങ്ങളെല്ലാം തന്നെ ലോകത്ത് ഏറ്റവും അധികം വികസിപ്പിച്ചത് ചൈനയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ശുദ്ധീകരിച്ച ഈ മൂലകങ്ങൾ അല്ലെങ്കിൽ റെയർ എർത്തുകളാണ് നൽകുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇത് വളരെ കൃത്യമായ ഒരു യുദ്ധതന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തിറങ്ങിയത്. ഇപ്പം നമുക്കറിയാം, പാകിസ്ഥാനിലെ ബലൂജ് മേഖലയിൽ വലിയ ധാതു നിക്ഷേപമുള്ളത് കൊണ്ടാണ് ഗ്വാദർ തുറമുഖവും എയർപോർട്ടും ഒക്കെ ചൈന നിർമ്മിച്ചത്. പക്ഷേ അവിടേക്ക് അമേരിക്ക കടന്നു കയറാൻ ശ്രമിക്കുന്നു, ബലൂജികളുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇനി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്നു. ഉക്രൈനിൽ ഇത്തരത്തിൽ ധാതു സമ്പത്തിൻ്റെ വലിയ ശേഖരമുണ്ട്. അവിടെയും അമേരിക്ക കണ്ണുവച്ചെങ്കിലും റഷ്യൻ പ്രസിഡൻറ്റും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഒരു ബന്ധം ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കി. കാരണം റഷ്യയുടെ താല്പര്യവും ഇത്തരത്തിലുള്ള ധാതുക്കളുടെ ഒരു ശേഖരം കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് അമേരിക്ക കടന്നു കയറാൻ ശ്രമിച്ചാൽ അവർ അംഗീകരിക്കില്ല. അവിടേക്കാണ് നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പം അർജൻറ്റീനയിലും ബ്രസീലിലും ലിഥിയത്തിൻ്റെയും, ചെമ്പിൻ്റെയും, ഇട്രിയത്തിൻ്റെയും, സ്കാൻഡിയത്തിൻ്റെയും ഒക്കെ വലിയ നിക്ഷേപങ്ങളുണ്ട്. നമീബിയ, ഘാന, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ നിക്ഷേപങ്ങളുണ്ട്. ഇവിടെ ഖനനം ചെയ്യാനുള്ള കരാർ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. മാത്രമല്ല, ചൈന ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഇനി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ചീട്ട് കീറാനുള്ള ബന്ധങ്ങളാണ് നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ അപൂർവ ധാതുക്കളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കരാറിലുമൊക്കെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ബന്ധത്തിലൂടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന അപൂർവ ധാതുക്കളെ ഈ ഖനനം ചെയ്തതിന് ശേഷം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മളും മാറി ചിന്തിക്കുകയാണ്. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഈ രാജ്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 5 രാജ്യങ്ങളിലേക്ക് നീണ്ട ഒരു ദീർഘകാല സന്ദർശനം നടത്തിയപ്പോൾ അതിനെ ലോകം ഇങ്ങനെ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിരിക്കുകയാണ്. അതായത് ഈ അപൂർവ ധാതുക്കൾ കൈവശം വെച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കാനുള്ള ചൈനീസ് തന്ത്രത്തിനുള്ള മറുപടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ 5 രാജ്യങ്ങളിലേക്ക് നടത്തിയ സന്ദർശനം. അപ്പം അപൂർവ ധാതുക്കളുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൈകോർക്കുന്നതോടെ അത്തരം ധാതുക്കൾ ഇനി ഇന്ത്യക്ക് കൂടി ലഭിക്കും എന്ന് പറഞ്ഞാൽ ഇനി 2040 ആകുമ്പോഴേക്കും ഈ റെയർ എർത്ത് ഇല്ലാതെ ഒരു വ്യവസായവും ഒരു രാജ്യത്തിനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രോണിക് വാഹന മേഖല, മൊബൈൽ ഫോൺ നിർമ്മാണം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതുപോലെ പ്രതിരോധ ആയുധങ്ങളുടെ നിർമ്മാണം, ഇതിലൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കൾ വേണം. അങ്ങനെ ചൈനയുടെ കയ്യിൽ നിന്നല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ അപൂർവ ധാതുക്കൾ നേടിയെടുക്കാനുള്ള കരാറും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.